ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചെടുത്താലോ? ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ചോദിച്ചാൽ എങ്ങനെയാണ്? അടിമവംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം എന്നിങ്ങനെയാണ്. ഒന്നുകൂടെ പറയാം: അടിമവംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. അപ്പോൾ കോഡുകളൊക്കെ ഉൾപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം ഒരിക്കലും മറന്നു പോവില്ല. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറയാം. ടിപ്പ് ഇതാണ്: അടിമയെ കില്ലാക്കി, അടിമയെ കില്ലാക്കി, കില്ലാക്കി, അടിമയെ കില്ലാക്കി, ഗസലോ. ഒന്നുകൂടെ പറയാം: അടിമയെ കില്ലാക്കി ഗസലോ എന്നോർത്താൽ ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം നമുക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ അടിമ എന്നതിൽ നിന്ന് അടിമ വംശം കണക്ട് ചെയ്യാം അല്ലെ. അടിമ എന്നതിൽ നിന്ന് അടിമ വംശം കണക്ട് ചെയ്യാം. ഇനി കിൽ എന്നതിൽ നിന്ന് ഗിൽജി വംശം കണക്ട് ചെയ്യാലോ. കിൽ എന്നതിൽ നിന്ന് ഗിൽജി വംശം കണക്ട് ചെയ്യാം. ഗസലോ അല്ലെ, അടിമയെ കില്ലാക്കി ഗസലോ. ഖ എന്നതിൽ നിന്ന് തുഗ്ലക് വംശം കണക്ട് ചെയ്യുക. ഖ എന്നതിൽ നിന്ന് തുഗ്ലക്. സ എന്നതിൽ നിന്ന് സയ്യിദ് വംശം കണക്ട് ചെയ്യുക. സ എന്നതിൽ നിന്ന് സയ്യിദ് വംശം. ലോ എന്നതിൽ നിന്ന് ലോധി വംശവും കണക്ട് ചെയ്യാലോ. അപ്പോൾ എന്താണ് കോഡ്? അടിമയെ കില്ലാക്കി ഗസലോ. അടിമയെ കില്ലാക്കി ഗസലോ എന്ന് പഠിച്ചു വെച്ചാൽ ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. അപ്പോൾ കോഡ് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്